ഹായ് ഹലോ നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ നമുക്കിന്ന് ഒരു ചെറിയ ഉപ്പേരി ചക്ക എടുക്കാം. എന്നിട്ട് അത് നുറുക്കി ഉപ്പേരി വെക്കാം. ഈ ചക്ക അങ്ങ് എടുക്കാം. ഓക്കെ, ഞാൻ മുറിക്കട്ടെ. മുറിച്ചെടുക്കട്ടെ അല്ലേ. മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നുറുക്കി എടുത്ത് ഉപ്പേരി വെക്കാം. ഓക്കേ, വന്നോളൂ. അപ്പം നല്ല വെയിലാണ് ഗൈസ്. എന്താ വെയിൽ, അമ്പട. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ഒരു ഭാഗം നല്ല വെയിലായിരിക്കും, ഒരു ഭാഗത്ത് പ്ലാവൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ചൂടിന് കുറവുണ്ടാവും. അപ്പോൾ നമുക്ക് ഉപ്പേരി നുറുക്കിയിടാം. ഉപ്പേരിക്കുള്ള ചക്ക തോലൊക്കെ പൊക്കി നുറുക്കിയിടാം. ഇങ്ങനെ നുറുക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം വലുപ്പത്തിലാണ് എടുത്തത്. ഇത് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ട് നമുക്ക് ഉടച്ചിട്ട് എന്ത് ചെയ്യാം, ഒന്ന് ഒതുക്കിയെടുത്തിട്ട് അതിന് വേണ്ട അരപ്പ്, തേങ്ങയും ഇഞ്ചിയും ജീരകവും, ഇഞ്ചിയല്ല, പുഴുക്കല്ലല്ലോ, തേങ്ങയും പച്ചമുളകും ഇത്തിരി ജീരകവും ഒക്കെ, വെളുത്തുള്ളിയാണ് ഞാൻ ചേർക്കുന്നില്ല ഉപ്പേരിക്ക്. അപ്പോൾ ഈ ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് ഒതുക്കിയിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഞാനിത് അടുപ്പത്ത് വെക്കട്ടെ. ഇത് കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കട്ടെ. കഷ്ണങ്ങളാക്കിയത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉപ്പ് ഇടാം. ഓക്കേ, കുറച്ചധികം കഷ്ണങ്ങളുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളൊരു ചക്ക തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല, ചെറുപയറോ മമ്പയറോ ഒന്നും ചേർക്കുന്നില്ല. ഇത് മാത്രം. ഞങ്ങളുടെ വടകര ഭാഗത്ത് ഇങ്ങനെയായിരുന്നു, വേറെ ഒന്നും ചേർക്കാറില്ല. പക്ഷേ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ, അവരെ വീട്ടിൽ ഇതൊക്കെ ചേർന്നതാണ്. ഇതിൻ്റെ കൂടെ ചെറുപയറും മമ്പയറൊക്കെ ചേർത്ത് അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എന്നാൽ ഇന്ന് ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് വെക്കുന്നത്. ഓക്കെ, ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട്, ഉപ്പ് ഇട്ട്, ലേശം വെള്ളം, ഒരു ഇത്തിരി തുള്ളി മതി കേട്ടോ. നമുക്ക് വെക്കാം. കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. നമുക്ക് ഇത് കുറച്ച് തീ കുറച്ച്, ഒരുപാട് തീ വേണ്ട, കുറച്ച് കൊടുക്കാം. ഇതിനി ഒരു 2 വിസിൽ വന്നോട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ഒതുക്കും. നമുക്കിതൊക്കെ കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി കടുകിട്ട് കൊടുക്കട്ടെ. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പില ഇടാം. ഇതിലേക്ക് നമുക്ക് വറവിടാം കേട്ടോ. ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ അരപ്പ്, മീൻസ് തേങ്ങ ഒതുക്കിയതിട്ട് കൊടുക്കാം. ഇതിലേക്ക് ചക്ക ഒതുക്കിയത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചക്ക ഉപ്പേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഓക്കെ, ബൈ ബൈ, സീ യു.